ചേട്ടാ ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നോ? അത് പിന്നെ പറയാനുണ്ടോ, ഇന്ത്യയുടെ കൈപുണ്യം. എന്താ ചേട്ടാ ഇനി ഇത്ര ലേറ്റ് ആയേ? ഒന്നും പറയണ്ടോ, ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു ഇന്ന്. ഓ അതാലേ ഞാൻ വിളിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു. അതേന്നേ, ആ പിള്ളേരെന്തേ കഴിച്ചിട്ട് കിടന്നോ അവര്? കിടന്നിട്ടൊന്നുമില്ല, കഴിച്ചിപ്പോ അവര് റൂമിലോട്ട് പോയേ ഉള്ളൂ. അവരെ വിളിക്കട്ടെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ആഹാ, എന്താ ചേട്ടാ ഒത്തിരി സന്തോഷം? പിള്ളേര് പറയുകയില്ല, ഞാൻ ടൂർ കൊണ്ടുപോകണം. നമുക്കൊരു ടൂർ പോയി കളയാം. ഹായ് ഹായ്, പിള്ളേര് ഇത് കേട്ടാ തുള്ളിച്ചാടും. പിള്ളേർക്ക് മാത്രമല്ല, നമുക്കൊരു സന്തോഷമാവില്ലേ? അതെ അതെ, ഞാൻ എന്തായാലും പറയാൻ വരുമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ചൂടും കൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ ചേട്ടാ. പിന്നല്ല, ഈ സ്ഥലങ്ങളൊക്കെ തീരുമാനിക്കണം. പിള്ളേരും കൂടി വരട്ടെ. അന്നടാ നമ്മൾ എല്ലാരും കൂടി ടൂർ പോകാൻ പോവുക. അത് മക്കളെ, നമ്മളൊരു 3 ദിവസത്തെ ട്രിപ്പാ പ്ലാൻ ചെയ്യുന്നത്. അയ്യോ, അച്ഛൻ ഓഫീസിൽ നിറയെ തിരക്കാം. അതുകൊണ്ട് ഒരു 3 ദിവസം നമുക്ക് അടിച്ചു പിടിക്കാം. അത് ഇനി വേണം തീരുമാനിക്കാൻ. നമുക്ക് ബീച്ചുള്ള സ്ഥലത്ത് പോകാം. വേണ്ട എനിക്ക് ബീച്ച് അല്ലേ ഇഷ്ടം. എനിക്ക് മതിയും കുന്നും ഒക്കെ ഉള്ള സ്ഥലത്ത് പോയാൽ മതി അച്ഛാ. ഇല്ല, പാർക്കിൽ പോയാൽ മതി. ചേടാ അച്ഛാ, എനിക്കൊരു ഐഡിയ, നമുക്ക് ഗോവയ്ക്ക് പോയാലോ? വേണ്ട അച്ഛാ, കുളു മണാലി രാമേശ്വരം പോയാലോ ചേട്ടാ? ഇവിടെയൊക്കെ പോയി വരെ ഒരുപാട് ദിവസമാവും. എന്താ അച്ഛാ, ഞാൻ കുളു മണാലി ഒന്നും പോയിട്ടില്ല. എനിക്ക് ഗോവ കാണണം അച്ഛാ. ബഹളം വേണ്ട. നിങ്ങൾ വഴക്കൊന്നും വേണ്ട, ഞാനൊരു സ്ഥലം പറയാം, നമുക്ക് അവിടെ പോകാം. ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ സ്ഥലം അതാ. ബാങ്കോക്ക് ആയിരിക്കല്ലേ അച്ഛാ? അതെ, നമുക്ക് വേറെ രാജ്യത്ത് പോകാം അച്ഛാ. ചേട്ടാ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? എന്റെ പൊന്നോ, എല്ലാവരും ഒന്ന് നിർത്ത്. ഞാനൊരു പ്ലാൻ പറയാം. ഊട്ടി കൊടൈക്കനാൽ. എന്നെ മക്കളെ ഇഷ്ടപ്പെട്ടില്ലേ? അവിടെ എപ്പോ വേണമെങ്കിലും പോകാലോ അച്ഛാ. എനിക്ക് അവിടെ പോകണ്ട. അതെ അച്ഛാ, ഗോവക്ക് പോകാം അച്ഛാ. ചേട്ടാ, വിദേശ രാജ്യം പോകാം ചേട്ടാ. ഇനി ഒരു സംസാരമില്ല, ഞാൻ ഉറപ്പിച്ചു. ഊട്ടി കൊടൈക്കനാൽ വരുന്നവർക്ക് എൻ്റെ കൂടെ വരാം. ഊട്ടി, കൊടൈക്കനാൽ. ശരി, അങ്ങനെ. അപ്പൊ ടൂർ ഫിക്സ്. നമുക്ക് നാളെ തന്നെ പോയി കളയാം. അച്ഛാ, പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരെയും കൂടി വിളിച്ചാലോ? അത് ഇച്ചിരി വാട്സപ്പ് ഗ്രൂപ്പ് ചോദിച്ചായിരുന്നു. ഇപ്രാവശ്യം ആരും ഫ്രീ അല്ലെന്നാ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, ഈ ടൂറൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു വിദേശ യാത്ര പ്ലാൻ ചെയ്യാം. അതിൽ എല്ലാവരെയും കൊണ്ടുപോകാം. അതെ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാം പ്ലാൻ പ്രകാരം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി. ബാക്കി നമുക്ക് എല്ലാം അവിടെ കൂട്ടി ഷോപ്പ് ചെയ്യാം. എനിക്ക് ചെറിയ ഇഷ്ടമേ, എനിക്ക് അതിലും ചെറിയ ഇഷ്ടമേ. കടയിൽ ചെല്ലട്ടെ, അപ്പൊ അറിയാം. അമ്മ ഇന്ന് പുറത്തുനിന്നാണോ ഫുഡ്? അല്ല, വീട്ടിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് നേരെ വീട്ടിലോട്ട്. കടലോ രസം പോയി. അമ്മ ഒരു ഐസ്ക്രീം എങ്കിലും വാങ്ങിക്കാമേ. പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റ്. എന്തിനാമേ, പ്ലീസ്. ശരി, ഒരേ ഒരു ഐസ്ക്രീം. കടലോ ആക്കാമേ. ആന്റണി ചേട്ടാ, ചേട്ടാ 2 വാനില ഐസ്ക്രീം, 2 ഓറിയോ ഷേക്ക്. എന്താ മക്കളെ ലിസ്റ്റ് കൂടുന്നേ? ഉടൻ വരെ വന്നാൽ മതി അമ്മേ. അമ്മയ്ക്ക് എന്താ വേണ്ടേ? എനിക്കൊരു ചോക്ലേറ്റ് ഐസ്ക്രീം. ചേട്ടാ 3 ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടി. ചേട്ടാ പാസ്തയും കൂടി എടുത്തോട്ടോ. ചേട്ടാ എനിക്കൊരു സാൻഡ്വിച്ചും കൂടി. മക്കളെ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോണോ? വേണ്ട നിർത്തി. അയ്യോ, ഇപ്പൊ പണി പാടിയാണ്. ആരിത്? ഇന്ദിര ചേച്ചിയോ? സുഖം തന്നെ ചേച്ചി. എന്ത് വാങ്ങാൻ വന്നതാ? പിള്ളേർക്ക് ഇത്തിരി ഷോപ്പിംഗ് ഉണ്ട്, അതിന് വന്നതാ. എന്താ മക്കളെ വേണ്ടത്? ചേട്ടാ, എനിക്ക് 2 ജോഡി ഷൂ വേണം, ഒരു സെറ്റ് സാൻഡൽസ് വേണം, പിന്നെ 3 ജോഡി ഡ്രസ്സ്, കമ്മല്, മാല, വള, തൊപ്പി, പിന്നെ ബാഗ്. എന്താ മതി. ഇനി ഞാൻ പറയട്ടെ. ചേട്ടാ, മേക്കപ്പ് സെറ്റ് ഉണ്ടോ? ഈ മേക്കപ്പ് സെറ്റ്, ജാക്കറ്റ്, ടീഷർട്ട്, ജീൻസ്. എനിക്ക് 2 ജോഡി ഷൂ വേണം, സെപ്പറേറ്റ് ഒരു ചെരുപ്പും വേണം. പിന്നെ ഇത് കൊറേ ലിസ്റ്റ് ഉണ്ടല്ലോ. ചേട്ടാ, തീർന്നിട്ടില്ല. ഇനി ലിസ്റ്റ് നോക്കി വായിക്കാം. എന്റെ പൊന്നു ഭഗവാനേ, അമ്മക്ക് വല്ല വാങ്ങാനുണ്ടോ? മക്കളെ ഇതെന്ത് ലിസ്റ്റാ? ഇത്രയൊന്നും വേണ്ട. അമ്മ നിങ്ങൾ ചെല്ലിയല്ലേ, നോക്കി എടുക്ക് വേണ്ടതൊക്കെ. വാ മക്കളെ. ഹലോ ചേട്ടാ, അത്യാവശ്യമായിട്ട് ശ്രീജ ഷോപ്പ് വരെ ഇതൊന്ന് വരണം.
പ്രശ്നമൊന്നുമില്ല. വരുമ്പോ ക്രെഡിറ്റ് കാർഡും കൂടി ഇങ്ങ് എടുത്തോ. ചേട്ടാ അതിനെത്രയാ? 6200. ചേട്ടാ പൊന്നോ. മക്കളെ മക്കളെ മതി മതി മതി. അമ്മേ അച്ഛൻ ചേച്ചി കറിയും തുടങ്ങിയില്ലേ? അവരെല്ലാ സാധനങ്ങളും എടുത്തോണ്ട് വരും. എനിക്കാണെങ്കിൽ ഷോപ്പിംഗ് മൊത്തം ആയില്ലമ്മേ. പാറു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് വാശിയാ? എന്നാ അമ്മ ഇത്? എനിക്ക് വേണ്ട ഷൂ കിട്ടിയിട്ട് പോലില്ല. അപ്പഴാ ഇനി നിനക്ക് ഷൂ ഒന്നുമില്ല. പറഞ്ഞാ കേട്ടില്ല? ഇല്ല അമ്മ എനിക്ക് വേണം വേണം വേണം. ഷൂ ഇല്ലാണ്ട് ഞാൻ ടൂർ വരില്ല. എന്നാ നീ ടൂർ വരണ്ട, അതാ നല്ലത്. അമ്മ എനിക്ക് ഷൂ വേണം വേണം, ഉറപ്പായിട്ടും വേണം എനിക്ക്. എന്താ അച്ഛൻ്റെ പാൽക്കുട്ടിനൊന്നും മിണ്ടാത്തെ? കണ്ടില്ലേ? ഉണ്ടച്ചാ ഉണ്ട്. അവൾക്ക് അമ്മയുടെ കയ്യിൽ നല്ല പൊതിരെ കിട്ടി. അതിന്റെ ദേഷ്യം നോക്കില്ല. ഞാൻ ആരോടും മിണ്ടത്തില്ല. ഈ ടൂർ കഴിഞ്ഞാലും ഞാൻ മിണ്ടത്തില്ല. അച്ഛടാ അതിന് പിഴഞ്ഞിരിക്കാണോ? അയ്യോ അമ്മ അടിക്കൂല കേട്ടോ. അതുണ്ടല്ലോ അമ്മ ഞാൻ പുതിയ ഷൂ വാങ്ങിത്തരാം. ആഹാ, പ്രശ്നമൊക്കെ തീർന്നല്ലോ. ശരിക്കാണോ അമ്മ? അതേനെ പുതിയ ഷൂ തന്നെ വാങ്ങിത്തരാം. ഹായ് ചക്കരമ്മ. അപ്പൊ എങ്ങനെയാ, പൊളിക്കല്ലേ? ചേച്ചി പാട്ട് പാടും. അമ്മ യാത്ര പോയപ്പോൾ ഒരു തേയിലത്തോട്ടം, 2 കൊക്ക, തേക്ക് മരം, ഐസ്ക്രീം പാർലറും ഞങ്ങൾ കണ്ട്. പാട്ട് പാട്ട് കൊള്ളാം. അതെ അതെ, അർത്ഥങ്ങളൊക്കെ മാറുന്നു. അച്ഛാ ദേ നോക്കിയേ, തേയിലത്തോട്ടം. എന്താണ് നീ കണ്ടിട്ടില്ലേ? ചേച്ചി ഇത്ര അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്ത് വെയിലാ. പക്ഷെ നല്ല തണുപ്പുണ്ട്. അച്ഛാ അച്ഛാ എനിക്ക് അവിടെ ഇറങ്ങണം അച്ഛാ. പ്ലീസ് അച്ഛാ പ്ലീസ് അച്ഛാ, എന്നെ അവിടെ കൊണ്ടുവച്ചാ. അവിടെ കൊണ്ടു. മക്കളെ ഇവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല. അതെ ഇവിടെ ഇറങ്ങിട്ട് എന്തിനാ? വല്ല കാണാൻ കൊള്ളാവുന്ന സ്പോട്ട് എത്തട്ടെ, അവിടെ ഇറങ്ങാം. ചേച്ചി ഇവിടെ അടിപൊളിയാ. കണ്ടില്ലേ കണ്ടില്ലേ? എടാ ഇവിടെ നിർത്തല്ലടാ, കുറച്ചുകൂടി അങ്ങ് പോട്ടെ. പ്ലീസ് അച്ഛാ എനിക്ക് തേയില നുള്ളണം പ്ലീസ് പ്ലീസ്. ഇവനെക്കൊണ്ട് ഒരു കാര്യം ചെയ്യട്ടാ, ഞങ്ങൾ എണ്ണം കൂടി പോയിട്ട് വാ. ഞങ്ങൾ എണ്ണം വണ്ടിയിലിരിക്കാം. ആ ശരി ശരി. തേയില മുടിയാൻ മാത്രം മതിയോ? വാഴച്ചാ എന്റെ ഫോട്ടോ കൂടി എടുത്തരോ? ശരി. ഇവിടെ നിർത്താം. ദേ അവിടെ ഒരു സ്പോട്ട് ഉണ്ട്, ഒരു മല. നിങ്ങൾ രണ്ടും കൂടി അങ്ങോട്ട് പോക്കോ. ഞങ്ങൾ പോയി തേയിലത്തോട്ടത്തിൽ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് വരാം. ശരി ചേട്ടാ, അങ്ങോട്ട് എത്തിയേരി. എടാ റെഡിയാണോ? തേയില വിളിക്കോ? ശരി അച്ഛാ ശരി. ആ കഴിഞ്ഞു. അച്ഛാ ഒരു ഫോട്ടോ പ്ലീസ് അച്ഛാ പ്ലീസ്. എന്തിനാണോ? അച്ഛാ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ അച്ഛാ പ്ലീസ് അച്ഛാ. ആ ശരി. എന്താടാ കുഞ്ഞേണ? അച്ഛാ എന്റെ കാലിൽ എന്തോ ചൊറിയുന്നു. എന്താടാ നോക്കണേ? പുഴു വരികയാണോ നോക്കിയാ അച്ഛാ. അച്ഛാ എന്തോ കറുത്തിട്ട്. എടാ എന്നാടാ നിനക്ക്? അയ്യോ അച്ഛാ അട്ടയിറക്കി. അച്ഛാ എന്നെ അട്ടയിറക്കി അച്ഛാ, എന്നെ അട്ടയിറക്കി. അച്ഛാ ഓടി അച്ഛാ, എന്നെ അട്ടയിറക്കി അച്ഛാ. അച്ഛൻ നോക്കട്ടെ. അയ്യോ അട്ട. അയ്യോ അട്ടാ അച്ഛാ, എന്നെ എടുക്കച്ചാ എന്നെ എടുക്കച്ചാ. കരയണ്ട. അച്ഛൻ എടുത്തോണ്ട് പോട്ടാ. എന്നിട്ട് നമുക്ക് മാറി നിന്നിട്ട് കളയാം. അച്ഛാ ഈ ജീവി ഓടില്ലച്ചാ. പറിച്ചോളാ. അങ്ങനെ പറിച്ചാൽ പോവില്ല. അച്ഛാ ഈ മതി അച്ഛാ. അയ്യോ എന്റെ കാല് അച്ഛാ, എന്റെ കാല് അട്ടടിച്ചാ. അട്ട ഇറുക്കി. അയ്യോ ഇറുക്കടച്ചാ ഇറുക്ക്. മിണ്ടാതിരിയടാ. അയ്യോ അമ്മേ നോക്കി എന്ത് ഭംഗിയാ. അതെ സൂപ്പർ ആയിട്ടുണ്ട്. അമ്മേ നമുക്കിവിടെ കുറച്ചു നേരം ഇരിക്കാം. ആ ഇരിക്കാമല്ലോ. അതിനിപ്പോ എന്താ? അവരെ കാണുന്നില്ലല്ലോ. പോയാ നന്നായി. ഇവിടെ നല്ല രസം. കുറച്ചുകൂടി ഇവിടെ ഇരിക്കാം. മോനോടി ഇരുന്നോ. അമ്മ കുറച്ചേരം ഇതൊക്കെ നിന്ന് കാണട്ടെ. ഇത്ര നേരം ഞാൻ വണ്ടിയിൽ ഇരിക്കുവല്ലാണോ. ശരി അമ്മേ. നല്ല കാറ്റുണ്ടല്ലോ അമ്മേ. അതെ തണുക്കുന്നുണ്ട് എനിക്ക്. അമ്മ അച്ഛനും പാടും വന്നുണ്ട്. ആ ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. എന്താ അവിടെ എടുത്തോണ്ട് വന്നെ? മടിച്ച് നടക്കാൻ മടിയായിരിക്കും. അല്ല എന്തോ പന്തയാറുണ്ട്. മുഖം വെച്ചേക്കാൻ കണ്ടില്ലേ? കരയുവാണെന്ന്. ആ ശരിയമ്മ, എന്തോ വിഷയമുണ്ട്. ഒന്നും പറയണ്ട, ഒരു അട്ട പിടിച്ച് കടിച്ച് അതിനാ. ദേ വരുന്ന വഴിക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്തു, അതിനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് കീറു തീർന്നിട്ടില്ല. അയ്യോ അതല്ല ഒന്നുമില്ല. താഴെ ഇറങ്ങ്. എനിക്ക് ഊട്ടിയിൽ കാലുകുത്തണ്ടാ എന്നെ കൊണ്ടുവച്ചാ. ഇവിടെ കാലുകുത്തിയ അട്ട അടിച്ചു വെച്ചാ. അച്ഛാ അച്ഛൻ എന്തായാലും നല്ല പണിയായി. ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ ഇവിടെ എടുത്തിട്ട് ഇറക്കേണ്ടി വരും. ഒന്ന് വാ ചേച്ചി.
അച്ഛനെ എടുത്തോളൂ. അയ്യോ പണി പാളിയോ? എന്താ അച്ഛാ എടുക്കില്ല അച്ഛാ? ശരി ശരി. വലിയ കാര്യം ഉണ്ടായിരുന്നോ ആ കാട്ടിൽ പോയി ഇറങ്ങേണ്ടത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഡേഡി നിന്റെ കാലിൽ നിന്ന് ചോര വന്നു. എന്റെ പൊന്നോ, കുറച്ച് ചോരയൊക്കെ പോവും, അത് സാരമൊന്നുമില്ല. ഹോട്ടലിലോട്ട് എത്താം. ശരി നടക്ക്. ഈ കേട്ട മൊത്തം ഞാൻ ഇതിനടുത്തോണ്ട് കയറണമല്ലോ. അച്ഛൻ ഈ പാറ ഒരു ഭാരമായിരിക്കും അല്ലേ? അയ്യോടാ അല്ലട്ടോ. പോ. ഹായ്, അത് സൂപ്പർ റൂം. അതെ ചേച്ചി, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. മക്കളെ, റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? അത് പിന്നെ ചോദിക്കണ ചേട്ടാ, റൂമൊക്കെ സൂപ്പർ അല്ലേ? പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതെ അച്ഛാ, നമുക്ക് നല്ല ഇഷ്ടമായി. അച്ഛാ എന്ത് രസമല്ലേ ഇവിടെ കാണാൻ? ആ രസം സാമ്പാറൊക്കെ നിൽക്കട്ടെ, പാറ വാ, നമുക്ക് കാല് കഴുകാം. വേണ്ട എനിക്ക് വേദന എടുക്കും. ഇല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വാ. ചെല്ലു മക്കളെ, അമ്മ വിളിക്കണ കേട്ടില്ലേ? വേണ്ട അച്ഛാ, എനിക്ക് പേടിയാ. പേടിക്കൊന്നും വേണ്ട, അമ്മ ശ്രദ്ധിച്ച് കഴുകി തരാട്ടോ. ഒന്നുമില്ല. അമ്മ എനിക്ക് വേദനിക്കണമേ. തുടങ്ങി അച്ഛാ, കീറ് തുടങ്ങി. എന്റെ പൊന്നോ, ചെവിതല കേൾക്കൂലേ നീ? എത്ര നേരെ? ഇല്ല. അമ്മേ, അട്ട ഇറുക്കിയെടുത്ത് നല്ല വേദനയുണ്ടല്ലേ? ആ അട്ട ഇറുക്കിയല്ലോ, കടിച്ചില്ലല്ലോ. എന്നിട്ടാണോ അമ്മ ഇത്ര ജോലി ഓടിഞ്ഞേ? ഇതിപ്പോ അങ്ങ് മാറുന്നേ. കാര്യം എന്റെ പൊന്നോ, അട്ടയായ ഭാഗ്യം. വല്ല പുഴുവും കടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ തീർന്നേ. അച്ഛൻ പോയി കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാട്ടോ. ശരി അച്ഛാ. എടി അട്ട ഇറക്കിയോളെ. അമ്മേ ചേച്ചിയൊക്കെ കളിയാക്കിടവേ. കൊച്ചിനെ കളിയാക്കലുണ്ടല്ലോ. ഞാൻ വെറുതെ പറഞ്ഞമ്മ. അവൻ ചേച്ചി എപ്പോഴൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. മോനെ, അട്ട കടിച്ചെടുക്കണ ചീത്ത ചോരിയാ. ഇനി മോനെ നല്ല ചോരി ഉണ്ടാവും. സത്യമാണമ്മ? അതെ കഴിഞ്ഞിട്ടോ. ഇച്ചിരി കഴിഞ്ഞ ഇന്ന് ഫുൾ ഞാൻ റെസ്റ്റ് എടുക്കാം. എന്തിന് റെസ്റ്റ് എടുത്താലേ മാറും? ആയിക്കോട്ടെ. കഷ്ടം തന്നെ. ആഹാ, അപ്പോഴേക്കും തന്നെ ഉറക്കായോ? ഉറങ്ങിയത് നന്നായി. എന്തൊരു മേലായിരുന്നു ചേട്ടാ. ഒരു അട്ടാറിന് എന്തൊക്കെ പൊല്ലാപ്പ. ആ ഉറങ്ങട്ടെ, നല്ല ക്ഷീണം ഉണ്ടാവും പാവം. അതെ നീ നാളെ എന്തായാലും രാവിലെ തന്നെ സ്ഥലം കാണാൻ ഇറങ്ങാല്ലേ? അത് മതി. നമുക്കുള്ള ഫുഡൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. പിന്നെ അല്ല, ഈ കൊച്ചിന്റെ ഒരു കാര്യം. നടക്കടി ഇങ്ങോട്ട്, കുറെ നേരമായല്ലോ. അതെ, എന്തോരം നടക്കാനുള്ളത്. കുഞ്ഞുകുരുവി, എന്താ നീ ആദ്യമായിട്ടാണ് കാണുന്നത്? ഈ എന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അറിയാവോ? പിള്ളേരെ നീ കിടന്ന് വഴക്കുണ്ടാക്കരുത്, ആണക്കേടാ. ഇല്ല അമ്മ ഇല്ല. ഞാൻ വാ നടക്ക്, കുറെ നേരമായി. മനുഷ്യനെ മുട്ടുവേനെ എടുത്തിട്ട് മേല. അപ്പോഴേക്കും പോയോ? മക്കളെ നിക്ക്, ഞാനും വരുന്നു. ഇവർക്ക് ഒരു കാര്യം പിടിച്ചാലും കിട്ടൂല. നടന്ന് തളർന്നു ചേട്ടാ, എന്നെ കൊണ്ടിഞ്ഞ് പറ്റത്തില്ല ഒരടി നടക്കാൻ. ഞാനും മടുത്തു. അച്ഛാ എനിക്ക് തണുക്കണം അച്ഛാ. എനിക്ക് നല്ലോണം നടക്കുന്നുണ്ട് അച്ഛാ. സാരില്ല മക്കളെ, നമ്മള് കൊടിയും ചൂടിയെന്നല്ലേ വന്നത്. തണുപ്പൊക്കെ നല്ലതാ. ഒരുപാട് തണുപ്പാണെങ്കിൽ നമുക്ക് ഒരു സെറ്റിനും കൂടി ഇടാട്ടോ. ശരി അച്ഛാ. അവിടെ നോക്കി എന്ത് രസം. നമുക്ക് അങ്ങോട്ട് പോകാം. എന്റെ പൊന്നു മക്കളെ, അച്ഛനും നമുക്ക് നടക്കാൻ വയ്യ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നും കൂടി അവിടെയൊക്കെ പോയി കണ്ടിട്ട് വാ. ശരി അച്ഛാ. അമ്മ വന്നില്ലേ? ഇല്ലടാ, പോയിട്ടാ. എടി എന്നാ വാ, നമുക്ക് പോവാം. ശരി ചേച്ചി ദാ ആ മരം കണ്ടോ? നമുക്ക് അവിടെ പോയാലോ? എടി ദേ ഇവിടെ ഒരു കുഞ്ഞു അരുവിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ദേ കണ്ടില്ലേ? പ്ലീസ് ചേച്ചി, എനിക്ക് മരം കാണണം പ്ലീസ്. പറ്റില്ല, ആദ്യം അരുവി. പറ്റില്ല, എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ മരം കാണാം, ചേച്ചി അരുവി കാണും. എന്നിട്ട് ചേച്ചി എൻ്റെ അടുത്തോട്ട് വന്നാൽ മതി. ശരി. ഒറ്റയ്ക്ക് ഒരുപാട് ദൂരമൊന്നും പോയേക്കരുത് കേട്ടല്ലോ. പെട്ടെന്ന് നിങ്ങൾ വന്നേക്കുന്നുണ്ടോ? ശരി അമ്മേ. എടി ഓടല്ലേടി, വീഴും. ചേട്ടാ നമുക്ക് അവിടെ ഇരിക്കാം. അതെ, ഇവിടെ കുറച്ചേരി ഇത് വർത്തമാനം പറയാം. എന്ത് രസമല്ലേ ഇവിടെ കാണാൻ. അത് പിന്നെ പറയാനുണ്ടോ, എന്റെ സെലക്ഷൻ അത്ര മോശമൊന്നുമില്ല. വന്ന് ചേച്ചിക്ക് എന്താ അഹങ്കാരം? ഒന്ന് ഇവിടെ വരെ വന്നിട്ട് അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പം? ഞാനിപ്പോ ഒറ്റക്ക് വന്നത് നന്നായി. ഹായ്, എന്ത് രസം ഈ സ്ഥലം കാണാൻ. മൈക്കിളും കൂടി എന്നെ പൊളിക്കാന്. ഒരു ദിവസം മഞ്ഞം അവനെയായിട്ട് ഇവിടെ. എന്നാ സ്ഥലം. ഇതെന്താന്ന്? ഇതിപ്പോ എവിടെ വന്നു? ബോള് പോലെ ഇരിക്കുന്നുണ്ടല്ലോ.
ആ ഇതൊന്നൊരു കുഞ്ഞു ചെപ്പാന്ന് നോക്കളയാ. ഇത് കൊള്ളാലോ. ഹായ്, വീട്ടിൽ കൊണ്ട് വെക്കാം. അടിപൊളി സാധനം. ഇപ്പം ഇത് പോക്കറ്റിൽ കിടക്കട്ടെ. ചേച്ചി എങ്ങാനും കണ്ടാൽ പിന്നെ അവർക്ക് ഇത് വേണമെന്നാവും. ഇപ്പം തൽക്കാലം ആരും അറിയണ്ട. ആവോ, അവനെ പോക്കറ്റിൽ കയറ്റി. പേടിക്കണ്ട മക്കളെ, പേടിക്കണ്ട. ഇടി പറ്റിയതാ. നശിച്ച കാട്ടിൽ കയറിയപ്പോ തൊട്ട് തുടങ്ങിയ മഴയാ. അയ്യോ, ഒരു അന്തമില്ലേ ഇനി. റോഡാണെങ്കിൽ ഒന്ന് കാണാൻ കൂടി മേല. അച്ഛാ, നമുക്ക് മഴ പോവാ, പേടിയാണ്. അച്ഛൻ പയ്യാടാ പോലെ, പേടിക്കണ്ട കേട്ടോ. ചേട്ടാ, ഈ മഴ കുറയണവരെ എവിടെയെങ്കിലും നിർത്തിയിട്ടാലോ? ആ, ഒതുക്കിയിടാം, അതാ നല്ലത്. പെട്ടെന്ന് മഴ പെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ കാട്ടിൽ കേറണ്ടായിരുന്നു. അപ്പൊ കേറിയപ്പോ തൊട്ട് തുടങ്ങിയതാ എന്റെ മനസ്സിൽ. പേടിയാണമ്മേ. അയ്യോ, പേടിക്കണം കേട്ടോ. അമ്മ വെറുതെ പറഞ്ഞ. എനിക്ക് എന്ത് പേടിയാവണ്ടമ്മ. അമ്മ പറഞ്ഞ പോലെ എനിക്കും തോന്നി. അമ്മ വെറുതെ പറഞ്ഞാടാ. നമുക്ക് അവിടെ വണ്ടി നിർത്താം. ഈ മഴയത്ത് എന്തായാലും പോകാൻ പറ്റില്ല. ഒയ്യോ, നോക്കിയോ, ഒടുക്കത്തെ ബ്ലോക്ക് ആണല്ലോ. ആ ചേട്ടാ, നല്ല ബ്ലോക്ക് ഉണ്ട്. അച്ഛാ, നമ്മൾ ഇനി എന്ത് ചെയ്യും അച്ഛാ? അതെ അച്ഛാ, നമ്മൾ ഇനി അങ്ങനെ പോകും. സാരിയില്ല മക്കളെ, വണ്ടി തന്നെ ഇരിക്കാം, പേടിക്കണ്ട കേട്ടോ. ശരി അച്ഛാ. അച്ഛാ, എന്താ ഒച്ച കേൾക്കുന്നു? അതെ ചേട്ടാ, എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. അതെന്താ വെള്ളത്തിന്റെ ഒച്ചയാണല്ലോ. സാരില്ല, ഇവിടെ എന്തായാലും നിർത്തണ്ട. മണിക്കൂർ 2 ഈ ബ്ലോക്കിൽ പെട്ടത്. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം ചേട്ടാ. അതെ അച്ഛാ, വേഗം പോവാ, ഇവിടെ നിർത്തണ്ട. മഴയൊന്ന് കുറയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് നിർത്താം, അത് മതി. അച്ഛാ, എനിക്ക് വിശക്കണം അച്ഛാ. കുറച്ചുകൂടി സഹിക്കുക, അതിന് എന്തെങ്കിലും വാങ്ങിത്തരാം. അത് പറഞ്ഞപ്പോഴേക്കും പിന്നെ മഴ കൂടി അച്ഛാ. എന്റെ പൊന്നു ഭഗവാനെ, എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയായിരുന്നു. അച്ഛാ, ആരാ വിളിക്കണേ? ഇല്ല മക്കളെ, തോന്നിയതാ. ഇതൊക്കെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അല്ല അച്ഛാ, സത്യമായിട്ട് ആരോ വിളിച്ചു. ഞാനിപ്പോ കേട്ടു. എന്താ മോനെ ഇങ്ങനെ കേട്ടെന്ന് പേടിച്ചില്ലേ? അച്ഛാ, ഞാനെന്തോ കേട്ടു. അയ്യയ്യേ, പിള്ളേരെന്താ ഇങ്ങനെ? ദേ ചേട്ടാ, മഴ കുറയുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഇറങ്ങി കയറാം. പിള്ളേരെ പേടിയൊന്ന് പോട്ടെ. എന്താ മക്കളെ, സന്തോഷമായോ? ആവോ ആയച്ചാ. അതേച്ചാ, നല്ല സന്തോഷമായി. മഴയൊക്കെ മാറിയപ്പോഴേ എന്താ സമാധാനം. എത്ര പെട്ടെന്നാണോ ചേട്ടാ മഴയും വന്നത്, അത് പോകുന്നതും. ഇപ്പൊ കണ്ട മഴ പെയ്തതാന്ന് പറയോ? അതാ ഞാനും വിചാരിക്കുന്നു, ഒരു തുള്ളി വെള്ളം വീണത്തില്ല അവിടെ നിന്ന്. സമാധാനം അയച്ചാ. നമുക്ക് ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കാം. പോണ വഴിക്ക് നോക്കാം കേട്ടോ. അച്ഛാ, എനിക്കിപ്പോ വിശപ്പ് കുറവുണ്ട്. ഈ നല്ല വിശപ്പ് അച്ഛാ. നോക്കി ഒരു ചേട്ടൻ അവിടെ നൂഡിൽസ് ഉണ്ടാക്കണം. എനിക്കത് വാങ്ങി തരാവോ? ഇടി, അതൊന്നും കഴിച്ചൂടാ. അത് കണ്ടാൽ തന്നെ അറിയില്ലേ. അതെ അതെ, നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി. പോരച്ചാ, എനിക്കത് വേണം. ആരോ പറയുന്ന കേക്ക്. എനിക്ക് വിശന്നിട്ടല്ലേ, എനിക്കത് വേണം. എനിക്ക് വാങ്ങിത്താ. തുടങ്ങി കീറ്. വാങ്ങി കൊടുക്ക് ചേട്ടാ, വേറെ ഒരു രക്ഷയില്ല. അച്ഛാ, വേണം ശരിയത്. ഓ ശരി ശരി, വാ വാങ്ങി തരാം. അച്ഛാ, എനിക്ക് വേണ്ടട്ടാ. എനിക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങി തന്നാൽ മതി. കണ്ടോ, വാഴനെ കണ്ട് പഠിക്ക്. എനിക്ക് ഇത്തിരി കൂടുന്നുണ്ട്. അതെ അതെ, ഇവിടെ പോയാലും ഇത് തന്നെ. ഓ വേണ്ട, വാ വാങ്ങി തരാം. അവര് പോയിട്ട് വരട്ടെ. ആമേ, ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ടല്ലേ. ആടാ, സൂപ്പർ ആയിട്ടുണ്ട്. എന്താ അത് കണ്ടോ? നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ശരി അമ്മേ. അച്ഛാ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. കാര്യമില്ല കേട്ടോ, അച്ഛൻ ഉടനെ തന്നെ ഒരു നല്ല ഹോട്ടൽ നോക്കി നിർത്താവേ. ഞാൻ പറഞ്ഞ അവിടെ നിന്ന് കഴിക്കാന്ന്. എന്നിട്ടിപ്പോ എന്തായി? ആ കട വലിയ കുഴപ്പമൊന്നുമില്ലാഞ്ഞു, അത്യാവശ്യം നീറ്റായിരുന്നു. അച്ഛാ, വയറ്റിലൊരു നോവമ്മേ. അല്ല, കൊക്കപ്പുഴായിരിക്കും. അല്ല, വേദന എടുക്കണിപ്പോ. നേരം കെട്ട് കഴിച്ചിട്ടായിരിക്കും. കൊതി കിട്ടിയതാടി, കൊതി. എന്തേ വയ്യേ? ചെറിയൊരു വേദന അമ്മ. കുറച്ച് വെള്ളം കുടിച്ചു നോക്ക്. വെള്ളം തീർന്നു ചേട്ടാ. ഇനി മഴയല്ലേ പെയ്യണേ. ഇറങ്ങി വാവളിച്ച് നിൽക്ക്, ഇത്തിരി വെള്ളം കിട്ടും. ചേച്ചി, അയ്യോ. ചേട്ടാ, അതേ കൊച്ചി എറിയണം. ഇല്ലടാ, ഒന്നുമില്ല ഒന്നുമില്ല. ഇത് വല്ല ഗ്യാസ് കയറിയതായിരിക്കും. ചേട്ടാ, നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോവാം. അതെ അച്ഛാ, ഹോസ്പിറ്റലിലോട്ട് വിട്. അയ്യോ, വേഗം പോകും നമുക്ക്. അച്ഛാ, വേഗം പോയിച്ചാ, ഇത് വേറെ സഹിക്കാൻ പറ്റില്ല. അച്ഛാ, വേഗം കൊണ്ടുപോച്ചാലേ.
മാക്സിമം വേഗത്തിലാണ് പോണേ. ഇപ്പൊ തന്നെ തൊട്ടോ ഒന്നുമില്ല. എനിക്ക് വേദനിക്കുന്നേ, എനിക്ക് വേദനിക്കുന്നേ. അയ്യാ, വയറ്റില് നോവ്, തവിക്കണേ, തവിക്കണേ. കരയില്ലേടാ, കരയില്ലേ. ഇപ്പൊ നമ്മൾ എത്തോട്ടോ. ഇനി കരയില്ലേടി. മക്കളെ കരയില്ലേ? അച്ഛാ, അച്ഛാ, വേഗം അച്ഛാ. അയ്യോ, എന്തേ കൊച്ചിന് പറ്റിയേ? എന്തൊക്കെ ബഹളായിരുന്നു. അവിടെ നിന്നൊന്നും കഴിക്കണ്ടെന്ന് അപ്പോഴേ പറഞ്ഞ. എന്നിട്ട് ഇപ്പൊ ഫുഡ് പോയിസൺ ആയില്ലേ? ഡോക്ടർ എന്നാ പറഞ്ഞോ? മരുന്നുണ്ട് മോനെ, 2-3 ഇഞ്ചക്ഷനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ പോകാൻ പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടിയാ മതി. പാവം. മാളു എന്തെങ്കിലും വാങ്ങിത്തരാം, കഴിക്കാം നമുക്ക്. ശരിയാ, നീ ഒന്നും കഴിക്കാണ്ടിരുന്നൊന്നും വരുത്തണ്ട. ശരി മോളെ. ശരി അമ്മേ. അമ്മേ, വയറുവേദന കുറഞ്ഞോ? കുറഞ്ഞു. ഇപ്പൊ നല്ല വേദനക്കുറവുണ്ട് എനിക്ക്. വിശക്കുന്നുണ്ടോ മോനെ? ഇല്ല അമ്മ, നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. നീ 2 ഇഞ്ചക്ഷനും കൂടി എടുക്കണം. അയ്യോ, അയ്യോ, സൂത്രം. അയ്യോടാ, ബോധം പോയോ? ഈ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വരാം. എടി, ഞാൻ കുളിച്ചിട്ട് വരാട്ടോ. ശരി ചേച്ചി. അല്ല മോനെ, ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കളാ. എത്ര ദിവസമായി ആ ഡ്രസ്സ് ഇട്ടിട്ട്? ശരി അമ്മ, എനിക്ക് തണുത്തോണ്ടല്ലേ ഞാൻ ഇത് തന്നെ ഇട്ടത്. മക്കളൊന്ന് കുളിച്ച് മുടിക്കത്തിയാവും കേട്ടോ. ശരി അമ്മ. അമ്മ, ഇതൊന്നും ഈ പോക്കറ്റില്. ഈ ബോളിന്റെ ചപ്പോ ഇത് ഇതുവരെ പോയില്ലേ? തൽക്കാലം ഇത് ഈ ടേബിളിൽ ഇരിക്കട്ടെ, പിന്നെ എടുത്ത് ഉപയോഗിക്കാം. അവിടെ ഇരിക്കട്ടെ, ഞാൻ കുളിച്ചിട്ട് വരാം. ചേച്ചി, ഡോർ തുറക്ക്. ചേച്ചി, ഒന്ന് തുറക്ക്. എന്താണടി അവിടെ? ചേച്ചി, ഈ മുറിയുടെ ഡോർ തുറക്കാൻ പറ്റില്ല, ഞാൻ തുറന്നതാ. എന്താടിയേ, എന്ത് കഷ്ടകാലം പിടിച്ചൊരു ട്രിപ്പായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്നായിപ്പോയി. അത്രക്ക് പ്രശ്നങ്ങളായിരുന്നു ചേച്ചി. ആടി, ഒന്നും പറയണ്ട. വല്ലാത്തൊരു കാറ്റ് തന്നെ. അതിന് കാറ്റൊന്നുമില്ലല്ലോ. ചേച്ചി, അതെന്താ സൗണ്ട്? എന്താണെന്തോ. എന്റെ പൊന്നോ, ജനൽച്ചിലൊക്കെ തകർത്ത്. ഈ പിള്ളേരുടെ ക്രിക്കറ്റ് എങ്ങാനും ദൂരെ പോയി കളിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. വാസം കൂട്ടിട്ട് വരിച്ചു. ജനലെല്ലാം പൊട്ടിയടി. ഈ പിള്ളേരുടെ കാര്യം എത്ര പറഞ്ഞാലും കേൾക്കൂല. എന്തിനാ ഇവിടെ? എന്നെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? എന്റെ പൊന്നാന്റി, ക്രിക്കറ്റ് കളിക്കുന്ന കാര്യമാണോ? ഈ നട്ട ചൂടത്ത് ആരേലും ക്രിക്കറ്റ് കളിക്കോ? അപ്പൊ നീയല്ലേ? അല്ല അല്ല അല്ല, എനിക്ക് ഈ നട്ട ചൂടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പ്ലാനൊന്നുമില്ല, പറഞ്ഞേക്കാം. പൊതുവിവരാലയം കൊടച്ചൂടി വന്ന എന്നോട് ലോക്കായി. എന്നിട്ട് ചേച്ചി അങ്ങ് രക്ഷിച്ചത്. അതേമ്മ ഉള്ളതാ. എന്താ ഇവിടെ നടക്കുന്നേ? എന്തോ ഉണ്ട് ചേച്ചി, എന്തോ കുഴപ്പമുണ്ട്. ആന്റി, ആന്റി, ഞാൻ ചുറ്റും നോക്കി, ഒരു മനുഷ്യനില്ല അവിടെ. അയ്യോ, ഈ വീടിന് ഇതെന്താ പറ്റി? എന്തോ വലുത് വരാൻ പോവാ ആന്റി. കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ട്. പേടിക്കാതെ ആരോ വന്നതാ. പോയി നോക്കിട്ട് വരാം. അന്നെല്ലാം കൂടി പറഞ്ഞു ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയതാ. ഡാഡി എന്നോട് പറഞ്ഞ അതൊക്കെ കെട്ടുകഥയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. സബാഷ്, പറ്റിയ സമയം. ആന്റി, ഞാൻ പോയി അമ്മൂമ്മയോട് വരാൻ പറയാം. എല്ലാത്തിനും പരിഹാരമാവും. ശരി മോനെ, വേറെ ആരോടും ഇപ്പൊ തൽക്കാലം പറയണ്ട. എന്താ പ്രശ്നം? അതൊന്നുമില്ല. ആന്റി പോയി ചായ എടുക്കാം. ചായ മാത്രം പോരാ, കടിക്കാൻ വന്നില്ല എടുത്തോ. മോനിരിക്ക്, ഞാൻ ഇരുന്നോളാം. നീ എന്നെ പറ്റിച്ചില്ലേടി? ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യൻ. എടാ ചെറുക്ക,
ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല, ഉള്ളത് തന്നെയാ. അതെ അതെ, നിനക്ക് ഈ കൂടുതൽ എന്താ അറിയണ്ട? എന്നോട് ഡാഡി എല്ലാം പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ ഡാഡിയുടെ പരിപാടിയാണ്. ഇത് ചെറുക്കാൻ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ പ്രേതം ഉണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലേലും ഞങ്ങൾക്കൊന്നുമില്ല കേട്ടോ. ഒന്ന് പോയേടി. എടിയോ, എനിക്കൊരു പേരുണ്ട്. ചീത്തപ്പേരായിരിക്കും. ഇവനെ ഞാൻ ഇന്ന് വേണ്ട വരവ് വേണ്ട വിട്ടോട്ടോ. എന്നാലും അനിലേ, ചേട്ടൻ സ്ഥലത്തില്ലാണ്ടായി പോയി. ഒരാഴ്ച കഴിയും വരെ. ഞാനിത് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നേ. പേടിക്കണ്ട ചേച്ചി, ഞാൻ ഒരാഴ്ച ഇവിടെ നിൽക്കാം. എന്തായാലും വീട്ടിൽ പിള്ളേരൊന്നുമില്ലല്ലോ. സാരമില്ല, ഇതിനൊരു തീരുമാനമാകട്ടെ. എന്ത് കഷ്ടാ, പേടിച്ചിട്ട് മനുഷ്യനോട് ഇരിക്കാൻ കൂടി പറ്റണില്ല. ഇതിനിപ്പോ ആരാണാവോ? ആന്റി ആയിരിക്കും, നോക്കിട്ട് വരാം. എന്താ മക്കളെ പ്രശ്നം? ഇവിടെ മൊത്തം പ്രശ്നം ആന്റി. അത് പരിഹരിക്കാനല്ലേ ഈ ഞാൻ വന്നത്. ആന്റി, ഞാൻ കാണിച്ചു തരാം. ഒരു കുഴപ്പമില്ലാണ്ടിരുന്നതാ, ഇപ്പൊ ഒരു തൊഴിലും കിട്ടുന്നില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ എന്താണ്. അപ്പോഴേക്കും കയറിപ്പോയാ? ഇവിടെ അധികം നിക്കണ്ട. എവിടെയാണെന്തോ പോയി നോക്കാം. ചേച്ചി ശരിക്കും പ്രേതമുണ്ടോ അവിടെ? ഇല്ലടി, എനിക്ക് തോന്നുന്നു ഏതൊരു പിള്ളേർ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് ബോൾ അടിച്ചിരുന്നാന്നാ തോന്നുന്നേ. എനിക്കും അത് തന്നെയാ തോന്നുന്നേ. പിന്നെ ഈ പ്രേതം കണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, ആ ചെറുക്കം പോയ വഴി പിന്നെയും കണ്ടില്ല. അയ്യോ, എന്നിട്ട് അവൻ കയറി വന്നോണ്ടില്ലേ, കൈയോടെ ചെന്ന് കഷ്ടപ്പെട്ട് ഓടിച്ചവനെ ഞാൻ ഓർത്ത് പെട്ടെന്ന്. ഞാനും അതെ, ഇനി എന്ത് ചെയ്യുന്നോർത്ത് വെക്കേഷൻ ഫുള്ള് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. കറക്റ്റ് സമയത്തെ പ്രേതം ഇടപെട്ടോണ്ട് നമ്മൾ രക്ഷപ്പെട്ടി ചേച്ചി. അതെടി, പ്രേതത്തെ കൊണ്ടൊരു ഗുണമെങ്കിലും ഉണ്ടായല്ലോ. ഞങ്ങൾ ഈ പ്രേതത്തെ പറ്റി പറയായിരുന്നു. ചെറുക്ക ഇവിടെ പ്രേതൊന്നുമില്ല. ഇതാരോ പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്നതാ. അല്ലടി, ഞാൻ പോയി നോക്കിയതാ. ഇവിടെ ഒന്നും ആരും ഇല്ല, ഒറ്റ മനുഷ്യനും ഇല്ല. ഈ ചൂടുകാലത്ത് ആരെയും ക്രിക്കറ്റ് കളിക്കോ? അത് നേരാണല്ലോ, അറിഞ്ഞോണ്ടാരെങ്കിലും ചെയ്യുന്നതായിരിക്കൂടാ. ഈ വാസുവിന്റെ കണ്ണ് വെട്ടിച്ച് ആരും അതിന് മുതിരൂല്ല. അല്ലേച്ചി, അത് നേരാട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ആരും ഇവിടെ ഇല്ല. പിന്നെ ആരായിരിക്കും? അടുത്ത വീട്ടിലും ആരുമില്ല. പിന്നെ ആരായിരിക്കും? ഇതേ പിള്ളേരെ പറഞ്ഞു വരുപ്പിച്ചല്ലോ. അല്ല ചേച്ചി, എന്തോ ഉണ്ട്. എനിക്കിപ്പോഴും സംശയം തോന്നി തുടങ്ങി. ഒന്നുമില്ല, ഇവിടെ എന്തോ ഉണ്ട് അത്ര തന്നെ. അമ്മൂമ്മ വന്നിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മൂമ്മ വന്നോ? ഇതെന്താ എക്കോയോ? ആ, എപ്പോഴേ എത്തി. വാടി വാടി. ആന്റി, എന്താ തോന്നുന്നേ? മക്കളെ, ആന്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ. എന്താ ആന്റി, എന്താ അറിയണ്ടേ? ചോദിച്ചോ. ഇത് എപ്പം തുടങ്ങിയതാ? നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയായിരുന്നോ? പോയായിരുന്നു ആന്റി, ഒരു ടൂറ് പോയി. അവിടെ കാട്ടിൽ കയറിയപ്പോ തൊട്ടാ ഓരോന്ന് തുടങ്ങിയേക്കുന്നേ. ആ, അതിരിക്കട്ടെ, എന്തോ പന്തികേടുണ്ട്. അതെ മക്കളെ, നിങ്ങൾ കാട്ടിൽ പോയപ്പോൾ വേണ്ടാത്ത എന്തെങ്കിലും എടുത്തിട്ട് വന്നോ? അങ്ങനെ എന്തോ ആണ്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് തപ്പി നോക്ക്, എന്തെങ്കിലും എടുത്തിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്ക്. വിഷമിക്കണ്ട മകളെ, പോയി തപ്പി നോക്ക്. വാ, ഞാനും കൂടി സഹായിക്കാം. എന്തോ പന്തികേടുണ്ട് ഇവിടെ. മടുത്ത്. ഇതെന്തുവാ, ഇവിടെ ഒന്നും ഇല്ല. ഈ അമ്മയുടെ ഒരു തോന്നല. അത് ഞാനും മടുത്ത്. എനിക്കാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാനുമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രണ്ടും കൂടി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ലടാ, ഞാൻ ഒന്നും എടുത്തോണ്ട് വന്നിട്ടില്ല. ഇനി രണ്ടും കൂടി തുടങ്ങിക്കോ. ചേച്ചി, മാളി ചേച്ചി, എന്നാ ചേച്ചി പോയി വേഗം വാ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി തപ്പാം. ശരിയടാ, എന്നാ ഞാൻ പോയിട്ട് വരാം. തപ്പാൻ കഴിയാത്തോണ്ട് 3 നാളി അടി ചേച്ചി. നീ ഒന്ന് പോടി പാറോ. ഞാനോ നിന്നെക്കാളും കൂടുതൽ തപ്പിയേക്കുന്നെ. ആ, ആയിക്കോട്ടെ. മണച്ചി ദേ, വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്റെ പൊന്നോ, രണ്ടും കൂടി അങ്ങ് കൂടിയാ തീർന്ന്. ഞാൻ പോയേക്കാം. നീ ഇവിടെ ഇന്ന് തപ്പ്, ഞാൻ പോട്ടെ. എല്ലാവരും പോയി. എനിക്കെന്താ തപ്പിലൊക്കെ ഇനി പിന്നെ കുറച്ച് നേരം കളിക്കാം. 1 മീൻ പോട്ടെ, 2 മീൻ പോട്ടെ, 3 മീൻ പോട്ടെ.
ഇതെന്താ വലയിൽ തുളയുണ്ടാവും, അതായിരിക്കും. ഇത് വേണ്ട, പിന്നെ കള്ളനും പോലീസും കളിക്കാം. അതങ്ങനെ പൊട്ടേക്ക് കളിക്കാം. ഞാൻ തന്നെ കള്ളൻ, ഞാൻ തന്നെ പോലീസ്. ആ എന്നെ കണ്ടുപിടിച്ചേ. അല്ലേ വേണ്ട, പടം വരയ്ക്കാം. ഓ കളർ പെൻസിലൊക്കെ അപ്പറയാണല്ലോ, ഞാൻ അവിടെ വരെ പോണ്ടേ. അതൊന്നും വേണ്ട. പൂജ്യം വെട്ടി കളിക്കാം. അതാകുമ്പോൾ ആരുടെ സഹായം വേണ്ട. ഞാനും പിന്നെ ഞാനും 2 പൂജ്യം വെട്ടി കളിക്കാം. അല്ലേ വേണ്ട, മാച്ചിങ് നോക്കാം. പാറു ലവ്സ് മൈക്കിൾ. അയ്യോ വെട്ടായേ മാത്രമല്ലല്ലോ, ഇത് വെട്ടിയ ഫ്രണ്ട്സേ വരുള്ളൂ. ഫുൾ നെയിം ഇട്ട് നോക്കാം. ഇതാ ബോളിൻ്റെ ചെപ്പല്ലേ? ഹായ്, ഞാൻ നിന്റെ കാര്യം മറന്നുപോയല്ലോ. ആ ഇത് വെച്ചൊരു കളി കളിക്കാം. തന്നെ ഉറങ്ങുന്നോ? ഇതൊന്നും അറിവായോ? കാറ്റിൻ്റെ വല്ല അഭിഭ്രംശമായിരിക്കും. അതിങ്ങതാ എന്റെ ചെപ്പിങ്ങ തോടി. ചിപ്പെടുത്ത് കാട്ടിയത് കൊണ്ടോതാവേ. ഇതാവേ പ്രേത, ഇതാ ഇപ്പൊ വന്ന് ചോദിച്ചമ്മേ, പ്രേത ചോദിച്ചമ്മേ. അയ്യോ ഇതാണോ? ഇതാ ചെപ്പല്ലേ? ഏത് ചെപ്പാ ആന്റി? ഇത് ലൊട്ടുച്ചാത്തൻ്റെ ചെപ്പ. വർഷങ്ങളായിട്ട് കാട്ടിലാ ജീവിക്കുന്നത്. വലിയ കഥയത്. എത്രയും പെട്ടെന്ന് ഇത് തിരിച്ച് എവിടെയാണോ എടുത്ത് അവിടെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലേ വലിയ അപകടങ്ങൾ വരും. നമുക്ക് ഇത് കൊണ്ട് അവിടെ വെച്ചാട്ടോ. ഹലോ ചേട്ടാ, ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം. അതെ എന്തിനാ ഞാൻ പൊക്കോണ്ടിരിക്കുക. ചേട്ടാ ആ സാധനം കൊണ്ട് കളഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാവൂ. അതേ ഞാൻ ഇങ്ങനെ ഒന്നും കൊണ്ടും മേടിക്കണ്ട കേട്ടോ. ശരി ചേട്ടാ, എന്നാ വെച്ചേക്കട്ടെ. ഓക്കെ.